ശ്വാസം മുട്ടൽ പോലെ, അതായത് ഒരു നീളമുള്ള വരാന്ത, അതായത് അപ്പുറം ഇപ്പുറം ഭിത്തിയാണ്. ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടി നടന്നു പോകുന്നു. അതിൽ അത്യാവശ്യം തിരക്കും ഉണ്ടെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അപ്പം തിരക്കുണ്ട്. ജനലുകൾ കുറവാണ്, വെട്ടത്തിന് ഇത്തിരി കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ICU അല്ലെങ്കിൽ ചില വാർഡിലോട്ടൊക്കെ മാറ്റുമ്പോൾ ആ ഹോസ്പിറ്റലിലെ രീതി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെയാണ് കൂടുതൽ ഫുള്ള് ഗ്ലാസ്സൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ കൂടെ ഇലകളൊക്കെ അനങ്ങുന്നത് കാണാമെങ്കിലും നിങ്ങൾക്ക് എന്തോ നിങ്ങളെ ഇങ്ങനെ ആരോ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നത് പോലെ. അപ്പം എന്താ പറയുക, എന്തോ ഒരു മാനസികമായിട്ടൊരു ഒരു വല്ലാത്ത ഫീൽ അനുഭവപ്പെടും. എനിക്ക് ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. അത് നമ്മളെ എന്തോ ഒന്ന് വരാൻ പോകുന്നത് പോലോ ശ്വാസം മുട്ടാൻ പോകുന്നത് പോലോ ഒക്കെയുള്ള ഒരു തോന്നൽ കൊണ്ട് വരും. അത് നമുക്ക് ഒരു നിമിഷം നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് ഡൗൺ ആക്കും. ഇത് മിക്കവർക്കും തോന്നണ്ട, അതൊരു നമ്മുടെ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. അതിനെന്തോ ഒരു പേരൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിന് വിശദമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അതായത് നമ്മളതിനെ ആ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മളെ അത് മാറ്റുമെന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. അപ്പം എനിക്കങ്ങനെയുള്ള ഒരു ഇത് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെ പെട്ടെന്ന് അതങ്ങനെയല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കാറുണ്ട്. അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ അത് ആ ഒരു സ്ഥലത്തുനിന്ന് പുറത്തോട്ട് ഒരു കാറ്റ്, നമ്മൾ പുറത്തു നിന്നുള്ളൊരു കാറ്റ് നമ്മുടെ ദേഹത്തേക്ക് തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കാണുക. അല്ലെങ്കിൽ ഒന്നുകിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ആ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കാറ്റ് കൊള്ളുമ്പോൾ ആ ഒരു ഫീലിംഗ് മാറും. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അപ്പം പരുവപ്പെടുത്തി എടുക്കണം. ആ ഒരു സമയം നമ്മൾ എടുക്കണം. നമുക്ക് തിരിച്ചു പോകണം, അവിടെ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് കരുതുക, എന്താണ് നമ്മളവിടെ പോകും, ഇങ്ങനെ തോന്നും, മനസ്സിൻ്റെ ഇതാണ്, അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ 2 ദിവസം അവിടെ കിടക്കും, അത്രയും ദിവസത്തെ കാര്യമുള്ളൂ എന്നൊക്കെ മനസ്സിനെ പറഞ്ഞും മനസ്സിലാക്കി പഠിപ്പിച്ചതിന് ശേഷമേ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരു ഫീല് വരും. അത് നമുക്ക് അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലായില്ല ഇതെന്ത് സംഭവിക്കുന്നതെന്ന്. നമുക്ക് മാത്രം അറിയത്തുള്ളൂ. നമുക്ക് വല്ലാത്ത ഒരു ശരീരം തളർന്നു പോകുന്ന ഫീലൊക്കെ തോന്നാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ മിക്കവാറും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം അടച്ചു കൂട്ടിയൊക്കെ വെച്ചിരിക്കും. അപ്പം നമുക്കെന്താണ്, നമ്മുടെ ഉള്ളിലോട്ട് AC ഒക്കെ ആണെങ്കിൽ ഫാനൊന്നും ഇടുന്നില്ലല്ലോ, AC അല്ലേ. AC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വായു തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, റൂമും അടച്ചിട്ടിരിക്കുന്നു. അപ്പം ഫുള്ള് കവറിങ്. അപ്പോൾ എന്താണ്, നമുക്ക് വല്ലാത്തൊരു പിരിമുറുക്കം ഉണ്ടാകുന്നത് ഉള്ളിൽ. അതാണ് ആ ഒരു ഫീല് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ തോന്നുവാണെങ്കിൽ മാക്സിമം നമ്മളതങ്ങനെ തോന്നിപ്പിക്കാതിരിക്കുക. അതും ആളുകളൊക്കെ ഇടുങ്ങിയ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അപ്പം നിയന്ത്രിക്കുക നന്നായിട്ട്, കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ശരീരം തളർന്നു വരുന്ന പോലെ ആ ഒരു ഫീല് തോന്നും. ചിലർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവുമെന്നാണ്. കാരണം അങ്ങനൊരു ഇതുണ്ട് ചിലർക്ക് ആ ഒരു ഫീൽ. എനിക്കങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ അതിനെ കൺട്രോൾ ചെയ്ത് വരികയാണ്, മനസ്സിലായോ? അതായത് നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് മാത്രം കരുതുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.